മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. Respectable dear family friends, my pranams to you. A great message from Ishavasya Upanishad, which is the part of Yajurveda. ഈശാവാസ്യ ഉപനിഷത്തിൽ നിന്ന് ഒരു ഉജ്ജ്വലമായ സന്ദേശം. ഈശാവാസ്യ ഉപനിഷത്ത് ശുക്ല യജുർവേദത്തിൻ്റെ 40-ാം അധ്യായം, ലാസ്റ്റ് ചാപ്റ്റർ. അതിലൊരു സന്ദേശമുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ സയന്റിഫിക് ഫീൽഡ്, സ്പിരിച്വൽ ഫീൽഡ്, സോഷ്യൽ ഫീൽഡ് ആൻഡ് ഈവൻ എക്കണോമിക്കൽ ഫീൽഡ്. ഏത് മണ്ഡലത്തിലും, ശാസ്ത്ര, സാങ്കേതിക, സാമൂഹിക, സാമ്പത്തിക മണ്ഡലങ്ങളിലെല്ലാം വിവരിക്കാവുന്ന ഒരു വരിയാണ്. ഇറ്റ്സ് എ മന്ത്ര. അതൊരു മന്ത്രമാണ്, ശ്ലോകമല്ല, മന്ത്രമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് വേദ. വേദത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് മന്ത്രമാണ്. സംഭൂതിം ച വിനാശം ച യസ്തത് വേദ ഉഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യ അമൃതമശ്നുതേ. സംഭൂതിം ച വിനാശം ച. There are two types of world, two types of material, two types of matters or parameters. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, രണ്ട് തരത്തിലുള്ള ദ്രവ്യങ്ങളുണ്ട്, രണ്ട് തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട്, രണ്ട് തരത്തിലുള്ള വസ്തുതകളുണ്ട്. യു ക്യാൻ യൂസ് എനി വേർഡ്, ഏത് വാക്ക് ഉപയോഗിച്ചാലും സംഭൂതി is the one which is already existing. You can neither create nor destroy that. അതിനെ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും സാധ്യമല്ല. സംഭൂതി means gloriously which is already there, already present there, gloriously formed. സംഭൂതി എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതാണ്, ഉള്ളതാണ്, അതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല, നിലനിൽക്കുന്നതാണ്. Sambudhi is equal to energy and fundamental particles. Energy can neither be created nor be destroyed. Energy ഉണ്ടാക്കാനും സാധിക്കില്ല, ഇല്ലാതെയാക്കാനും സാധിക്കില്ല. Energy can neither be created nor be destroyed. If one form of energy changes, it will appear in another form. ഊർജം ഒരു തരത്തിൽ നിന്നുള്ളതിന് മാറ്റം സംഭവിച്ചാൽ അത് വേറൊരു തരത്തിൽ ആയിത്തീരും. Matter can also be neither created nor be destroyed. Matter is the base of every other material. ഇവിടെയുള്ള സാധനങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ. Whether it is an atom, that atom can neither be created nor be destroyed. ആ ആറ്റത്തിനെ ഉണ്ടാക്കാനും സാധിക്കില്ല, ഇല്ലാതെയാക്കാനും സാധിക്കില്ല. It is already created and it is existing there. അത് ഉണ്ടാക്കി, അത് നിലനിൽക്കുന്നതാണ് Sambudhi. But Sambudhi means fundamental particles of any material and also energy. ഇത് രണ്ടുമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ E is equal to mc². M is the matter which can neither be created nor be destroyed. E is the energy which can neither be created nor be destroyed. Vinasham. What is Vinasham? The one which has got destruction. നശിക്കുന്ന സാധനങ്ങളാണ്. നശിക്കാത്തതൊന്ന് നശിക്കുന്നത്. ലഡ്ഡു, ജിലേബി, അല്ലെങ്കിൽ ദ ഹ്യൂമൻ ബോഡി, ഓർ യു ടേക്ക് എനി മാറ്റർ ഇൻ ദ വേൾഡ്, എ പ്ലാന്റ്, എ ട്രീ, ആൻ ആനിമൽ. ഒരു ജന്തുവോ, ഒരു സസ്യമോ, ഒരു ചെടിയോ, ഒരു ദ്രവ്യം, ദോശയോ, ഇഡലിയോ, അല്ലെങ്കിൽ ലഡ്ഡുവോ, എല്ലാം നശിക്കും. ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ്. അത് സ്ഥിരമല്ല. For one which has got no destruction, the other which has got a destruction. The one which will never get wiped out, the other which gets wiped out. ചിലത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത്, യാതൊരു വിധത്തിലുള്ള മാറ്റത്തിനും, അതേ അവസ്ഥയിൽ മാറാത്തത്, എത്ര മാറിയാലും അത് അതായി തന്നെ നിലനിൽക്കും. കാർബൺ വിൽ റിമെയിൻ ആസ് കാർബൺ, നൈട്രജൻ വിൽ റിമെയിൻ ആസ് നൈട്രജൻ. കാർബൺ ആയും നൈട്രജൻ ആയിട്ട് നിലനിൽക്കും. എന്നാൽ ചിലത് കാർബൺ ഡയോക്സൈഡായി മാറും. പക്ഷെ carbon will be remaining there. Carbon may be getting converted into carbon dioxide.
hydrogen may be getting converted into water, but hydrogen will be there. That hydrogen will not get destroyed. Light energy may be getting converted into heat energy. Heat energy to light energy. Sound energy. Shabda urjam, prakasha urjam, taba urjam. എല്ലാമായി മാറും. പക്ഷെ that energy cannot be annihilated. ആ ഊർജത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. Now what we have to do? We should know that there are two type of factors in the world. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ലോകത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നാശമില്ലാത്തത്, രണ്ട് നാശമുള്ളത്. One which has got a destruction and the other which does not have destruction. Now vinashena mrityum tirtva. നമ്മൾ ഈ ലോകത്തിൽ the one which gets perished, നാശമുള്ള സാധനങ്ങളെ ഉപയോഗിച്ച് നമ്മൾ ജീവിക്കണം. നാശമുള്ളതിനെ ഉപയോഗിച്ച് ജീവിച്ച് നാശമില്ലാത്തതിനെ അറിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കണം. നാശമുള്ളതിനെ ഉപയോഗിച്ച് ജീവിക്കണം. We should live a happy, pleasant, very glorious life using the one which has got destruction. We eat sweets, we eat dosha, idli, and we utilize the plants, the fruits. പഴങ്ങൾ ഉപയോഗിച്ച് ദോശ, ഇഡ്ഡലി, ജിലേബി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പെർമനന്റ് അല്ല. പക്ഷെ അത് കഴിച്ചിട്ടാണ് we eat that one and survive in this world. ഈ ലോകത്തില് വിനാശേന മൃത്യും തീർത്വ, solve all your living problem using the factor which has got a destruction. നാശമുള്ള സാധനങ്ങളെ കുറിച്ചിട്ടുള്ള ലിസ്റ്റ്, ചെടികളായാലും പഴങ്ങളായാലും ജന്തുക്കളായാലും പാലായാലും വെണ്ണയായാലും ഏത് സാധനം എടുത്താലും they are not permanent in this world. These are not permanent in this world. അത് സ്ഥിരമായിട്ടുള്ളതല്ല. But that can be utilized for our livelihood. നമ്മുടെ ജീവിതത്തിന് അത് ഉപയോഗിച്ച് live a happy, pleasant, pleasurable life. സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതം. അതുപോലെ സംഭൂത്യ അമൃതമശ്നുതേ. സംഭൂത്യ അമൃതമശ്നുതേ. Think about the energy. Think about the fundamental particle behind all these things. ഇതിനെ എല്ലാത്തിനെയും ഉണ്ടാക്കുന്ന ഊർജത്തെക്കുറിച്ച്, ചൈതന്യത്തെക്കുറിച്ച്, ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് think about the energy behind all these things. Think about the chaitanyam, glory, virtue behind all these things. And also think about the awareness and consciousness and the fundamental particle with which everything got generated. എല്ലാം ഉണ്ടാകുന്ന ആ ഊർജത്തെക്കുറിച്ചും ചൈതന്യത്തെക്കുറിച്ചും അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചും ഫൗണ്ടേഷൻ പാർട്ടിക്കിൾസിനെ കുറിച്ചും ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ചും think, understand and experience about that. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് അനുഭവിക്കുക. Then get enlightened yourself. ഇപ്പൊ ജീവിതത്തിലെ ശാശ്വത ശാന്തി, permanent peace you will get. So what we say in this world, 2 days back I explained, 2 ദിവസം മുമ്പ് ഞാൻ വിവരിച്ചിരുന്നു. Scientific knowledge, one knowledge, spiritual knowledge, second knowledge. Use the scientific knowledge for overcoming the day-to-day problems in the life. Scientific knowledge ഉപയോഗിച്ച് ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അതിജീവിച്ച്, സ്പിരിച്വൽ നോളജ് ഉപയോഗിച്ച് attain permanent peace in the life. ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള ശാന്തി കൈവരിക്കാം, സ്ഥിരമായിട്ടുള്ള ശാന്തി കൈവരിക്കാം. Exactly like that, utilize the perishables which are there in the world and enjoy the life, and utilize the imperishable material in the world and live a peaceful life. Mentally peace from the non-perishable material. ഊർജവും ചൈതന്യവും ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളും മനസ്സിലാക്കി ശാശ്വത സമാധാനം, നാശത്തിന് വിധേയമാകുന്ന വസ്തുതകൾ മനസ്സിലാക്കി, പെരിഷബിൾ മാറ്റർ മനസ്സിലാക്കി, ഹാപ്പി ലൈഫ്. സോ the perishable materials are all needed for the body. Imperishable chaitanya, energy, glory needed for the mind.
But mind is getting elevated and also the body becoming healthy. Mental health and also physical health. മാനസികമായിട്ടുള്ള ഊർജം, ശാരീരികമായിട്ടുള്ള ഊർജം, ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ ധന്യമാക്കുന്നത്. These are the two, mental strength and physical health. Mental strength and physical health. These two are the ones which activate, energize our life and make it glorious life. My pranams to you. Thank you very much.